എപ്പോഴാ വരുന്നത് ഞാൻ കാത്തിരിക്കായിരുന്നു. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാച്ച കുറച്ച് തുണിത്തരങ്ങളൊക്കെ എടുക്കാൻ ടെക്സ്റ്റൈൽസ് കയറി വൈകിപ്പോയി. എന്തിനാ മോളെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയത്? ഇവിടെ ഇപ്പൊ ആർക്കും ഡ്രസ്സൊന്നും വേണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ അങ്ങളെ, ഇതൊക്കെ ഓരോ ചടങ്ങിന്റെ ഭാഗമല്ലേ. എല്ലാ ചടങ്ങും നന്നായി നടക്കുന്നത് എന്റെ അമൃതേച്ചി കാരണ. പറയേണ്ടതേ പറയാവൂ. വാ വാ, വിശേഷമൊക്കെ പറ. ആരായി വന്നിരിക്കുന്നത്? രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എല്ലാവരും. മോളെ ഇരിക്കും. ആ അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ വേണ്ടത്? ആദ്യം അത് പറ. ഇപ്പൊ ഒന്നും വേണ്ട കൃഷ്ണേട്ടാ, വരുന്ന വഴിക്ക് ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു. അത് കൊള്ളാം. നാട്ടിലുള്ളവരെല്ലാം പഞ്ചരത്നത്തിൽ വന്നാ ഊണും ജ്യൂസും ഒക്കെ കഴിക്കുന്നത്. അപ്പോ പഞ്ചരത്നത്തിലുള്ളവർ പുറത്തുനിന്ന് കഴിച്ചു വരികയോ? അയ്യോ കൃഷ്ണേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ഉച്ചയുണ്ട് സമയാവട്ടെ. ആകാശേട്ടന്റെ ആർത്തി അപ്പൊ കാണാം. അഖിലേ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ചേച്ചി. ഇത് അച്ഛന്. എനിക്കോ? എനിക്കെന്തിനാ മോളെ ഇതൊക്കെ? വല്ലപ്പോഴൊക്കെ ഞാൻ പുറത്തു പോകുന്നു. അതിനുള്ള ഷർട്ടും മുണ്ടൊക്കെ ഇവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ചടങ്ങാകുമ്പോ ചടങ്ങിന്റെ രീതിക്ക് നടക്കണം. ഇത് അമൃതേച്ചിക്കും നിങ്ങൾക്ക് ഉള്ളത് കൊടുത്തേക്കുവാണേ. ദേ ഇത് കൃഷ്ണേട്ടന്. ഇരിക്കോ? ഇവിടെയുള്ള എല്ലാവർക്കും വാങ്ങുമ്പോ കൃഷ്ണേട്ടന് വാങ്ങാതിരിക്കാൻ പറ്റുമോ? എന്തു പറ്റി കൃഷ്ണ? ഏയ് ഒന്നുമില്ല സർ. നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. സങ്കടായിട്ടുണ്ടാവും. അഭിയോ അച്ചോ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആകാശേ, ഇതൊക്കെ വാങ്ങിച്ച് ആകാശിന്റെ പൈസ ഒരുപാട് പോയിട്ടുണ്ടാവുമല്ലോ. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഒരുപാട് ചെലവാക്കിക്കുന്നുണ്ട് അല്ലേ ആകാശേ? പണം ചെലവാക്കുമ്പോ നല്ല ശ്രദ്ധ വേണം. എന്നെ പോലെ ആവരുത്. സമ്പാദിച്ചൊന്നും ബാക്കി വെക്കാതെ നശിപ്പിച്ചവനാ ഞാൻ. മതി, ഇനി സംസാരിച്ച അച്ഛൻ സെന്റിമെന്റ്സ് പറയാൻ തുടങ്ങും. മോളെ നീ വന്നേ, നിന്നോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. വാ പോട്ടെ. ചെല്ല്. വിശേഷങ്ങളൊക്കെ പറയും. നിനക്കവിടെ സുഖാണോ? മാമിയുടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? അത് ശരിയാവാനൊന്നും പോകുന്നില്ല. സ്ത്രീധനം ഇല്ലാതെ കയറി ചെന്നതിന്റെ കലി ഇപ്പോഴും ഉണ്ട്. ഞാനതൊന്നും വകവയ്ക്കാൻ പോയില്ല എന്ന് മാത്രം. കുറെ വഴക്കുണ്ടാക്കി കഴിയുമ്പോ അങ്ങ് നിർത്തുമല്ലോ. അല്ല ദിവ്യപ്രഭയോ? അതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്ത് ചെയ്താലും കുത്തുവാക്ക് പറയും. പുച്ഛവാ സ്ഥായി ഭാവം. വലിയ തമ്പുരാട്ടിയാണെന്ന വിചാരം. ആകാശേട്ടന് ജോലി പോയതോടെ പരിഹാസം കൂടി. ഇത്രയും പ്രായമായിട്ടും വീട്ടുകാരുടെ ചെലവിൽ ജീവിക്കാൻ നാണമില്ലെന്ന് ചോദിച്ചാ ഇപ്പൊ കളിയാക്കുന്നത്.